ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അപ്പം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ഐഫോണിനെ കുറിച്ചാണ്. അതായത് ഐഫോൺ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാം, ഒരു ബ്രാൻഡ് മാറി, അല്ലെങ്കിൽ ഒരു ഒരു എന്നാ പറയുന്നത്, ഒരു ലെവൽ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഏറ്റവും പുതിയ മോഡല് ഐഫോൺ 13 കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഐഫോണും ഉണ്ട്, അതിൻ്റെ ഒരു ചാർജറും ഉണ്ട്, രണ്ടും രണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ബോക്സിൻ്റെ വലിപ്പം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു ഐഫോൺ മാത്രമേ ഇതിനകത്തുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ 13 വരുന്നത്. 13 ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സൗദിയിൽ നിന്നും നമ്മുടെ സാം ജോഷി കൊണ്ടുവന്നതാണ്. നമ്മളിതിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാം. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നൈഫോ സിസറോ ഒന്നും ആവശ്യം വരുന്നില്ല ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി. വളരെ നല്ലൊരു പാക്കിംഗ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് പുള്ള് ചെയ്യാൻ വേണ്ടി 2 പേപ്പറിൻ്റെ പീസാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് സ്ലീവ് ചെയ്യാണ്. കണ്ടോ, വളരെ സ്മൂത്തായിട്ട് എനിക്കിത് തുറക്കാൻ സാധിച്ചു. ഇനി വേണേൽ അതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യാം. വാവ്, എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. അത് എന്നാ പറയുക, എനിക്കത് പറയാൻ വാക്കുകളില്ല. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്ലൂ കളർ ഷെയ്ഡ് തന്നെയാണ് അതിൽ വരുന്നത്. ഞാൻ പതുക്കെ ഒന്ന് എടുക്കാം. ഓ, കാര്യങ്ങൾ തന്നെ നല്ല അടിപൊളിയാണ്. വാവ്, സത്യം പറയാമല്ലോ, 13 Pro ആദ്യമായിട്ടാണ് കൈകൊണ്ട് പിടിക്കുന്നത്. Pro അല്ല, സോറി, 13 എന്ന് പറയുന്ന മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് കൈകൊണ്ട് എടുക്കുന്നത്. എല്ലാവർക്കും ആപ്പിളിൻ്റെ ലോഗോ കാണാൻ സാധിക്കുമായിരിക്കും. ഏകദേശം ഒരു 80,000 റുപ്പീസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വില വരുന്ന ഒരു ഫോണാണ് ഞാനിന്നിപ്പം ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നത്. ഏതായാലും ഞാനൊന്ന് തുറക്കുകയാണ്. ഒറ്റ രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ വെയിറ്റും കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സോണി വെച്ചൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും വെയിറ്റ് വളരെ കുറവാണ്. എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്ക് വായിലൊന്നും കിട്ടുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, കാരണം ഭയങ്കര ഒരു 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 പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് ഈ ഫോൺ എനിക്ക് കൈ പിടിച്ചിട്ട് തോന്നുന്നത്. ഏതായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബട്ടൺസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാം, ഒരു പവർ ബട്ടൺ വരുന്നത്, വോളിയം ഡൗൺ വോളിയം അപ്പും, പിന്നെ ഒരു സൈലൻറ്റ് ബട്ടനുമാണ് ഇവിടെ വരുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു സിം ട്രേ സൈഡിൽ വരുന്നുണ്ട്. പുറമേന്ന് നോക്കിയാൽ പറയാനുള്ള ഇത്രയും കാര്യങ്ങളുള്ളൂ. 2 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, വിത്ത് മൈക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം. നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു ചാർജർ അല്ലെങ്കിൽ ഒരു ഡേറ്റ കേബിൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതും സി ടൈപ്പിൽ നിന്നും നമ്മുടെ ഐഫോണിലോട്ട് വരുന്ന ടൈപ്പാണ് നമുക്ക് അവൈലബിൾ വരുന്നത്. അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമുക്ക് ഏതൊരു മോഡിലും ചാർജ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ നോർമൽ USB എന്നുള്ളൊരു മോഡ് മാറി ഇപ്പം ഫുൾ സി ടൈപ്പ് തന്നെ ആകുകയാണ്. പിന്നെ ഇതിനകത്ത് സിം ഇജക്ടറുണ്ട്, അതിൻ്റെ കുറച്ച് നമ്മുടെ മാനുവൽസ് ഉണ്ട്. ആപ്പിൾ സ്ഥിരം കൊടുക്കുന്ന അവരുടെ ഒരു സ്റ്റിക്കറും കൂടെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സ്ഥിരം എല്ലാത്തിലും ഉള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടാനുള്ളത്. നമുക്ക് ഏതായാലും ഫോണൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. ഏതായാലും ഞാനൊന്ന് ഓൺ ചെയ്യാണ്. ഈ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. നമുക്കൊന്ന് ഓൺ ചെയ്യാം. വാവ്, എല്ലാവർക്കും കാണാൻ സാധിക്കും ആപ്പിളിൻ്റെ ലോഗോ. ഇനി കുറച്ച് നേരം ബൂട്ട് ചെയ്യാനുള്ള ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. വേണ്ടേ, വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. ഹലോ എന്നൊക്കെ എഴുതി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ ഐഫോൺ സ്ഥിരം യൂസ് ചെയ്യുന്നവർക്ക് ഇത്ര ഒരു ഇമ്പ്രഷൻ കാണത്തില്ല, കാരണം ഞാനിത് നല്ലപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷനായിരിക്കും. എല്ലാ ലാംഗ്വേജസും എഴുതി കാണിക്കാൻ തോന്നുന്നു, ചൈനീസും ഇതുമെല്ലാം കാണിക്കുന്നുണ്ട്. സ്വൈപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഇംഗ്ലീഷാണ് നമ്മുടെ ലാംഗ്വേജ്. സെലക്ട് യുവർ കൺട്രി, അത് ഇന്ത്യ. സെറ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ക്വിക്ക് സ്റ്റാർട്ട് വരുന്നിട്ടുണ്ട്. സെറ്റപ്പ് മാനുവലി. അപ്പം നമുക്കിനി ഇതിനകത്ത് ഞാൻ കുറച്ച്, അതായത് ഇതിൻ്റെ വേറെ ഒന്നുമില്ല, വൈഫൈ ഒന്ന് കണക്ട് ചെയ്തു. വൈഫൈ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആപ്പ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പഴയ റീസ്റ്റോർ ഫ്രം ഐക്ലൗഡ്, അതായത് നേരത്തെ നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐക്ലൗഡിനകത്ത് കിടക്കുന്ന ബാക്കപ്പ് നമുക്ക് എടുക്കാൻ സാധിക്കും. വേറൊരു ഐഫോണിൽ നിന്നും നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതായത് ഞാൻ ഒന്നുകൂടി ബാക്ക് അടിച്ച് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഒരു ഐഫോൺ
വേറെ ഐഫോണിൻ്റെ അടുത്താണ് വെക്കുന്നതെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനിൽ സെറ്റപ്പ് കൊടുക്കുക. അന്നേരം അടുത്ത ഫോണിലോട്ടും, അതായത് ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ്, അതിപ്പോൾ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ അനദർ ഐഫോൺ എന്ന് പറഞ്ഞ്. അപ്പം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒതൻറ്റിക്കേറ്റ് മാനുവലി ഇത് കൊടുക്കേണ്ട കാര്യം ഹോൾഡ് യുവർ അതിങ്ങനെയാണ് ഹോൾഡ് യുവർ ഫോൺ ഐഫോൺ ക്യാമറ ഫിനിഷ്ഡ് ഓൺ ന്യൂ ഫോൺ. ഓക്കെ, നമ്മളിതൊന്ന് അതിൻ്റെ പുറത്തോട്ട്, അതായത് ആ ക്യാമറ യൂസ് ചെയ്ത് അതൊന്ന് സ്കാൻ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ഫിനിഷ് ഇൻ ന്യൂ ഐഫോൺ, കീപ് ദ ഐഫോൺ നിയർ യു, എൻ്റർ ദ പാസ്വേഡ് ഓഫ് ദ അതർ ഐഫോൺ, സെറ്റപ്പ് ലേറ്റർ, ട്രാൻസ്ഫർ ഡേറ്റ ഫ്രം സാം. യെസ്, കണ്ടോ, സാം ജോഷി, ഞാൻ പറയാം സാം ജോഷിയാണിത്. ഓക്കെ, അപ്പം നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. നമ്മുടെ ഇതിനകത്ത് റീസ്റ്റോർ കംപ്ലീറ്റ് ആപ്പ് ആൻഡ് ഡേറ്റ വിൽ കണ്ടിന്യൂ ഡൗൺലോഡിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ചൂസ് വൈഫൈ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ നേരത്തെ ഇതൊന്ന് കണക്ട് ചെയ്തതാണ്. പാസ്വേഡ് പിന്നെ ചോദിക്കുകയാണോ? അപ്പോൾ 2 ആണോ കണക്ട് ചെയ്തത്? ഡാർക്ക്. അപ്പോൾ ഒന്നുകൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി അവർ ചോദിച്ചു. അതൊന്ന് കണക്ട് ചെയ്തു ഒന്നുകൂടെ ലേറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ കുറേ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെയൊക്കെ കുറേ വലിയ ഡീറ്റെയിൽ ആയിട്ടൊരു ലിസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എഗ്രി കൊടുത്ത് വിടുക, അതേ ഉള്ളൊരു ഓപ്ഷൻ. അതും എഗ്രി, പിന്നെ എല്ലാം എഗ്രി അങ്ങ് അടിച്ച് ഫേസ് സെറ്റപ്പ് നമ്മൾ പിന്നത്തേക്ക് ആക്കാം. നോട്ട് നൗ. ഇനി എൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ സൂമിങ് സ്റ്റാൻഡേർഡ് മാത്രമാണ് നമ്മൾ ഇടുന്നത്. കണ്ടിന്യൂ ചെയ്തു. വെൽക്കം ടു ഐഫോൺ. യെസ്, റെഡിയായി. ഇനി സ്വൈപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്ന് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, എങ്ങനെയായിരുന്നോ ഈ ഫോൺ ഇരുന്നത് അതുപോലെ തന്നെ ഇതും കിട്ടിയിട്ടുണ്ട്. ഈ ക്രൗണിൻ്റെ പടം നേരത്തെ ഫോണിലുണ്ടായിരുന്നല്ലോ, ഈ സെയിം ഡിസ്പ്ലേ, അതായത് ഈ ഫോണിൻ്റെ അതേ ഡിസ്പ്ലേ എങ്ങനെയായിരുന്നു അതുപോലെ നമ്മുടെ ഈ ഫോണിൽ, അതായത് ഈ ചെറിയ ഫോണിലുണ്ടായിരുന്ന ആ സെയിം രീതിക്കാണ് ഇതിപ്പോൾ സെറ്റിംഗ് ആയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ അതുപോലെ തന്നെ. ബാറ്ററിയുടെ 76% ആണ് കാണിക്കുന്നത്. ഇനി കുറച്ച് നമുക്ക് ഈ ഫോണിൻ്റെ സ്പെക്ക് ഒന്നറിയാം. വളരെ ഈ ഒരു എന്നാ പറയുന്നത്, എനിക്കിത് പിടിച്ചിട്ട് ഭയങ്കര ഒരു ഫീലാണ്. അതായത് നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ ഒന്നും അല്ല ഐഫോൺ യൂസ് ചെയ്യുന്നത്. ഭയങ്കര എന്നാ പറയുന്നത്, കപ്പാസിറ്റീവ് ടച്ച് തന്നെ ആയിരിക്കും. അതെ, പക്ഷേ എന്നാലും എന്തോ ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമുണ്ട്. ഓക്കെ, ഗൂഗിൾ സൈൻ ഇൻ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. The match between England and Australia has ended for the day. England scored 147 all out. Australia is currently batting and has scored 343 in their first innings. This is day 2. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ സൈസ് ഒന്ന് പറയാം. ഇത് 6.1 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും രണ്ടും ഗ്ലാസ് ആണ് വരുന്നത്. അതും ഗൊറില്ല ഗ്ലാസ് സെറാമിക് ടൈപ്പ് ആണ് വരുന്നത്. അതായത് സ്ക്രാച്ച് പ്രൂഫ് ആണ്. നമുക്ക് അഡീഷണൽ വേറെ ഒന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല. ഒരു സ്ക്രീൻ ഗാർഡിൻ്റെ പോലും ആവശ്യം വരുന്നില്ല. പിന്നെ താഴെ വീണാൽ പൊട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഗൊറില്ല ഗ്ലാസ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസം അതാണല്ലോ നമുക്കെല്ലാം. ഈ ഐഫോൺ 13 തൊട്ട് നമുക്ക് മേളിലോട്ട് വരുന്ന ഏതൊരു മോഡലിനും 128 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇൻറ്റേർണൽ മെമ്മറി വരുന്നത്. കാരണം ഇതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽസിനൊക്കെ 64 GB അവൈലബിൾ ആയിരുന്നു. ഈ മോഡൽസ് തൊട്ട് ഇനി മേളിലോട്ട് വരുന്ന എല്ലാത്തിനും 128 GB വെച്ചാണ് വരുന്നത്. അപ്പോൾ 128 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു നല്ലൊരു കപ്പാസിറ്റിയാണ്. അത് സ്റ്റോറേജ് കപ്പാസിറ്റി നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എക്സ്റ്റേണലായിട്ടൊരു മെമ്മറി കാർഡ് ഇടാനുള്ളൊരു സോഴ്സ് ഇല്ല. പിന്നെ 128 GB എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്, ഇതിന് ഫേസ് ID ഉണ്ട്, എന്നാൽ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അവൈലബിൾ അല്ല ഇപ്പോൾ എല്ലായിടത്തും. അത് ഉള്ള സ്ഥിതിക്ക്, അതായത് ഐഫോൺ ഇതിൻ്റെ തൊട്ട് പുറയിലുള്ള മോഡൽസിന് വരെ ഉള്ള സ്ഥിതിക്ക് ഈ ഒരു മോഡൽ ഒരു കുറവായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ഫേസ് ID വെച്ച് നോക്കുമ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. റാമിൻ്റെ കപ്പാസിറ്റി വരുന്ന 4 GB ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡൽസ് തൊട്ട് എല്ലാത്തിനും 4 GB ആണ് റാം ഇതിനകത്ത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ക്യാമറയുടെ സ്പെക്ക് ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ നമുക്കൊരു ക്യാമറ വരുന്ന 12 MP തന്നെയാണ്. ബാക്കിൽ 2 ക്യാമറ വരുന്നത്, രണ്ടും 12 തന്നെയാണ്. ഒന്ന് വൈഡും മറ്റത് അൾട്രാ വൈഡും ആണ് വരുന്നത്. വൈഡ് വരുന്ന സമയത്ത് 1.6 ആണ് അതിൻ്റെ ഫോക്കൽ വരുന്നത്. 1.6 എന്ന് പറയുന്നത് നമുക്ക് അത്ര നന്നായിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലേഡ് ആക്കിക്കൊണ്ട് ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്ര നല്ലൊരു ലെൻസാണ് അതിൽ മീൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ലൊരു കാര്യം. അതിൽ വൈഡ് വരുന്ന ലെൻസിൽ 26 mm അൾട്രാ വൈഡ് വരുന്ന സമയത്ത് 13 mm ആണ്. അതായത് നല്ലൊരു വൈഡ് ആംഗിളിൽ തന്നെ നമുക്ക് ഒരു വ്യൂ കിട്ടാൻ സഹായിക്കുന്ന ഒരു ക്യാമറയാണ് നമുക്കിപ്പം ഇതിൽ വരുന്നത്. അതിനകത്ത് നമുക്ക് ഒരു ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് വ്യൂ എന്ന് പറയുന്നൊരു മോഡൽ. അതായത് സാമിൻ്റെ അനിയൻ ഷോൺ ഇതിനോട് കുറിച്ചൊക്കെ ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്ന ഒരു ടീമാണ്.
അപ്പോൾ അവൻ പറഞ്ഞൊരു രീതി വെച്ചിട്ടാണ് ഞാൻ സിനിമാറ്റിക് ഒരു വീഡിയോ എടുത്ത് നോക്കി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ആ ഒരു വീഡിയോ ഇതിനകത്ത് എടുത്ത് ഞാൻ പ്ലേ ചെയ്തപ്പോൾ സൗണ്ടിൻ്റെ ഒരു ക്ലാരിറ്റിയും പിന്നെ എന്നാ പറയുന്നത് സൗണ്ടിൻ്റെ ക്ലാരിറ്റി ഇപ്പം കുറച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പടം കാണിക്കുന്നില്ല, കാരണം കാണിക്കാൻ പറ്റുന്ന കുറച്ച് രംഗമല്ല. സൗണ്ട് ഞാനത് കേൾപ്പിച്ചു തരാം. ഇപ്പം എല്ലാവർക്കും കേൾക്കാൻ പറ്റും. നല്ല ആ ഒരു സൗണ്ട് ക്ലാരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കാണാൻ സാധിക്കും. ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് എടുത്തു നോക്കിയൊരു വീഡിയോ മാത്രമാണ്. പക്ഷേ എനിക്കിതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്റ്റീരിയോ മൈക്ക് തന്നെ, സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് സൗണ്ട് ക്ലാരിറ്റിയും പക്ക ഇതാണ്. ഞാനതിൽ ഐഫോണിനെ കുറിച്ച് കൂടുതൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഞാൻ ഇപ്പം ആദ്യമായിട്ടൊന്ന് യൂസ് ചെയ്ത് അൺബോക്സ് ചെയ്ത് ഒക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫോണ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഐഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോണി തള്ളി പറയാറില്ല, എന്നാലും എനിക്ക് ഐഫോൺ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി വരുന്ന 3240 ഇതിൻ്റെ ബാറ്ററിയുടെ MAH വരുന്നത്. പക്ഷേ ബാറ്ററിയുടെ കാര്യം നമുക്ക് ഐഫോൺ ആയതുകൊണ്ട് അത്ര ഇതായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന റിവ്യൂ. ഏതായാലും ഞാൻ ഇതിനെക്കുറിച്ചൊരു 1 മന്ത് ഒന്ന് നന്നായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട്, ഞാനല്ല സാം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു നല്ലൊരു റിവ്യൂ ആയിട്ട്, അതായത് ഒരു നല്ലൊരു കസ്റ്റമർ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കാരണം സാം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ സാധിക്കും. സാമിനെയും കൂടെ കൂട്ടി ഞാൻ ഈ ഒരു സൈറ്റ് നമുക്ക് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഒരു 1 മന്ത് കഴിഞ്ഞ്. ഏതായാലും ഫോൺ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അഡാപ്റ്ററും കൂടെ ഒന്ന് തുറന്നു നോക്കാം. അഡാപ്റ്റർ ഇങ്ങനെ തരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം പറയുന്ന പോലെ ഇവർ എന്തോ സേവിങ്ങും എന്നാ പറയുന്നത് എൻവയൺമെൻറ്റൽ ഒക്കെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഓപ്പണായിട്ട് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതായാലും ഐഫോൺ മേടിക്കുന്ന ഒരാൾ ചാർജർ മേടിക്കും. ഫ്രീ കൊടുക്കുന്നതിനെ കഴിഞ്ഞ് നല്ല കാശും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ഏണിങ്സ് ആണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും കാരണം എന്ന് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. ഏതായാലും ഞാനിതൊക്കെ പറഞ്ഞ് ഇതൊന്ന് പൊട്ടിക്കുകയാണ്. നല്ല പാക്കിംഗ് ആണല്ലോ. ഓക്കെ, വാവ്, ഇതാണ് അതിൻ്റെ ചാർജർ. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ഗൾഫിലെ സെറ്റ് ആയതുകൊണ്ട് ഗൾഫിലെ ആ ഒരു പോയിൻ്റേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റുന്നൊരു ഐറ്റം. അതായത് അതിൻ്റെ ഓപ്പണിങ് എല്ലാവർക്കും കാണാം കണ്ടോ, നല്ല രസമുണ്ട്. ഇതൊരു C പോർട്ടാണ് വരുന്നത്, നമുക്ക് എവിടെ വേണമെങ്കിലും ചാർജ് ചെയ്യാൻ വേണ്ടി. അതായത് C to നമ്മുടെ നോർമൽ ലൈറ്റ്നിങ് ചാർജറിലോട്ടാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു 1 മന്ത് യൂസ് ചെയ്തിട്ട് ഈ ഫോണിൻ്റെ കറക്റ്റ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.